യേശുവും ശിഷ്യന്മാരും കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിനെ സമീപിച്ച് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദേവാലയ നികുതി അടയ്ക്കുന്നില്ലേ? പത്രോസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, അതെ, അവൻ കൊടുക്കുന്നു. പത്രോസ് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ യേശു ആദ്യം സംസാരിച്ചു. അവൻ പത്രോസിനോട് ചോദിച്ചു, ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് ചുങ്കവും നികുതിയും പിരിക്കുന്നത്, സ്വന്തം മക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ? പത്രോസ് ഉത്തരം പറഞ്ഞു, മറ്റുള്ളവരിൽ നിന്ന്. അപ്പോൾ യേശു പറഞ്ഞു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ ദേവാലയ നികുതി അടയ്ക്കാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന് യേശു ഇതിലൂടെ വെളിപ്പെടുത്തി. കാരണം ദേവാലയം തന്റെ പിതാവിൻ്റേതാണ്. എന്നിരുന്നാലും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയോ ചെയ്യാതിരിക്കാൻ യേശു എന്തായാലും അത് നൽകാൻ തീരുമാനിച്ചു. അവൻ പത്രോസിനോട് പറഞ്ഞു, കടലിൽ പോയി ഒരു കൊളുത്ത് എറിയുക, ആദ്യം പിടിക്കുന്ന മത്സ്യം എടുക്കുക. നീ അതിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. പത്രോസ് അനുസരിച്ചു. യേശു പറഞ്ഞതുപോലെ തന്നെ അത്ഭുതം സംഭവിച്ചു. ഈ സംഭവം യേശുവിന്റെ ദിവ്യ അധികാരവും മുൻകൂട്ടിയുള്ള അറിവും മാത്രമല്ല, അവന്റെ താഴ്മയും സമാധാനത്തിനായുള്ള ആഗ്രഹവും വെളിപ്പെടുത്തി. വിശ്വാസികളെ വിവേകത്തോടെ പ്രവർത്തിക്കാനും ഭൂമിയിലെ അധികാരികളെ ബഹുമാനിക്കാനും ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലിൽ ആശ്രയിക്കാനും ഇത് പഠിപ്പിക്കുന്നു.